നിങ്ങളൊരു പക്ഷേ 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ടാകാം. ബട്ട് ഈസ് ഇറ്റ് സൈലൻ്റ്ലി ഡാമേജിങ് യുവർ സ്പൈൻ? നിങ്ങൾ ഉറങ്ങുന്ന പൊസിഷൻ നിങ്ങളുടെ നട്ടലിൻ്റെ ആരോഗ്യത്തെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സ്ഥിരമായി നമ്മൾ കമിഴ്ന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കഴുത്ത് ആ രാത്രി മുഴുവൻ ഒരു സൈഡിലോട്ട് തിരിഞ്ഞിരുന്ന് ഉറങ്ങിപ്പോകാനാണ് സാധ്യത. അങ്ങനെ ഉണ്ടാകുന്നത് നട്ടലിന് വളരെയധികം ഡാമേജ് ആയിട്ട് ബാധിക്കും. അതുപോലെ തന്നെ കഴുത്തിലെ മസിൽസുകളെയും. അതുപോലെ നിങ്ങൾ സ്ഥിരമായി സൈഡിലോട്ട് ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന ആളാണോ? അങ്ങനെയാണോ നിങ്ങൾക്ക് ശീലം? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് പൊസിഷനിലുള്ള ഒരു തലയണ നമ്മുടെ ഷോൾഡറിൻ്റെയും ഈ കഴുത്തിൻ്റെയും ഭാഗത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ഇത് ഒരേ അലൈൻമെൻറ്റിൽ വന്നില്ലെങ്കിൽ സ്ഥിരമായി നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ തല ഒരു സൈഡിലോട്ട് ചെരിഞ്ഞ് സ്പൈനിന് അത് ഡാമേജ് സംഭവിക്കാനും അതുപോലെ തന്നെ കഴുത്തിലെ മസിൽസുകളെയും അത് വളരെ മോശകരമായ രീതിയിൽ ബാധിക്കും. നിങ്ങൾ കറക്റ്റ് മലർന്ന് കിടന്ന് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ശരിയായ ഉയരത്തിലുള്ള തലയണ അല്ല നിങ്ങൾ സെലക്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ അതും നമ്മൾ നട്ടലിനെ വളരെയധികം ഡാമേജ് ആയിട്ട് ബാധിക്കും. നമ്മൾ ഏത് പൊസിഷനിൽ കിടന്നുറങ്ങിയാലും അതിൽ നമ്മൾ കിടക്കുകയാണെങ്കിൽ പോലും ശരീരത്തിൻ്റെ നട്ടലിൻ്റെ ഈ നാച്ചുറലായിട്ടുള്ള കർവ് മെയിൻറ്റെയിൻ ചെയ്യാൻ തക്ക രീതിയിലുള്ള ആ ഒരു അലൈൻമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യത്തക്ക രീതിയിലുള്ള തലയണയോ അതുപോലെ തന്നെ പില്ലോസാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ കിടക്കുന്ന ബെഡും അതിനനുസരിച്ചുള്ള കുഷ്യനും മെമ്മറി ഫോമോ അതല്ലെങ്കിൽ ഓർത്തോപെഡിക് മെറ്റീരിയൽസ് കൊണ്ടുള്ള ബെഡോ തലയണയോ ഉപയോഗിക്കാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.